ഓണല്ലേ പറഞ്ഞേ, പരിപാടി എന്തെങ്കിലും സെറ്റ് ആക്കണ്ടേ? അതിനിപ്പോ എന്താ, നമ്മുടെ പ്രിയഞ്ചാന്റെ മിലിറ്ററി കോട്ടയില് 2 ലിറ്റർ ഉണ്ടാവും. പിന്നെ 1 ലിറ്റർ കൊണ്ട് വാങ്ങി നമുക്ക് ഓണ കളറായില്ലേ. കള്ള് ഒടിക്കണ കാര്യമല്ലടാ പറഞ്ഞ. കഴിഞ്ഞ കൊല്ലം കോളനിയിലെ ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മള് ഓണക്കളികളൊക്കെ സെറ്റ് ആക്കിണ്ടായിരുന്നില്ലേ? അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞ. എന്റെ പൊന്നു ജോസേട്ടാ, കഴിഞ്ഞ കൊല്ലത്തെ ഓണക്കളി ഓർമ്മിപ്പിക്കല്ലേട്ടാ. കഴിഞ്ഞ കൊല്ലം എന്താണ്ടായേ? കഴിഞ്ഞ കൊല്ലം ദുബായിലായിരുന്നല്ലോ, അത് കാരണം ഒന്നും അറിഞ്ഞില്ല കാര്യങ്ങൾ. 10 മണിക്ക് ഓണക്കളികൾ സ്റ്റാർട്ട് ചെയ്യാം, 1 മണി വരെ. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അടിപൊളി ഒരു സദ്യ. ഉച്ച കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ പുറത്ത് ഒരു കറക്കാം വീട്ടുകാരൊക്കെ ആയിട്ട്. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ചാൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഓണക്കളി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് 4 മണിക്കാ. എന്നിട്ട് ഇത്ര നേരം കളിച്ചതോ ഒരു കളി. അതേത് കളി? അത് കുന്നിക്കുരു പറക്കില്ലേ. അത് ഈ കോളനിയിലെ ആപാല കൊടുത്ത ജനങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് എന്തുണ്ടാവാ, അതൊക്കെ പറക്കി കൂട്ടി എണ്ണി തീർന്നപ്പോ സമയം 3:30. അതില് ഫസ്റ്റ് പറഞ്ഞു ചേച്ചിക്ക്, സെക്കൻഡ് വാസോട്ടൻ ചേട്ടന്. അപ്പോഴാ കുട്ടപ്പഞ്ചേട്ടൻ 2 അടിച്ചിട്ട് പറയണ എണ്ണം മൊത്തത്തിൽ തെറ്റിണ്ട്. എന്നിട്ട് എന്താ പിന്നെ എണ്ണിയാ? എന്നിട്ട് പ്രിയഞ്ചേട്ടൻ എണ്ണി ലാസ്റ്റ് ഉറക്കം തൂങ്ങി തുടങ്ങി. എന്നിട്ട് ഫസ്റ്റ് സെക്കൻഡ് മാറിയാ? ഏയ് 10 കുന്നിക്കുരുവിന്റെ വ്യത്യാസത്തില് വീണ്ടും ഭാർഗവി ചേച്ചിക്കാണ് ഫസ്റ്റ്. ജോഡിഞ്ച് പോരാട്ടല്ലേ നടന്നേ. അല്ല, എന്റെ പ്രിയന്റെ പനി എന്തായി, വലുതറിഞ്ഞു? ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ BP കുറവായിട്ടുണ്ട്, പിന്നെ കൗണ്ട് കുറഞ്ഞു. ചെന്നതും ICUലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ അവസ്ഥ? എന്റെ ബെന്നേട്ട, ഒന്നാമത് ആ ഹോസ്പിറ്റലിൽ റേഞ്ച് ഇല്ല. പിന്നെ വല്ല മെസ്സേജോ ഫോട്ടോ അയച്ചാൽ തന്നെ കുറെ കഴിഞ്ഞിട്ട് അവിടെ കിട്ടുക. പിന്നെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കട്ടായിട്ട് കേൾക്കുക. അതാണ് വിളിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പറ്റണില്ലേ. വീട് പണിയുടെ പേരിൽ ഞാൻ ഉത്തമനായിട്ട് ഉടക്കേന്. ഇപ്പൊ നമുക്കെതിരെ എന്തിനാ അച്ചടക്കൽ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ പേരിനെ ഉത്തമനാണെങ്കിലും മറ്റേ പാർട്ടിക്ക് വേണ്ടിയിട്ട് 8ാം വാർഡിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും നല്ല സൗഹാർദ്ദത്തിൽ പോകണമെന്നാണ് നമ്മുടെ നേതാവ് ഉദ്ദേശിക്കണേ. ഇവിടെ ഗ്യാങ്ങിൽ പ്രിയേട്ടൻ മാത്രമാണ് നമ്മുടെ പാർട്ടി അനുഭവമായിട്ട് ആകെ കൂടി ഉള്ളത്. അതെ അതെ. ആ മൂപ്പരേ ഹോസ്പിറ്റലിൽ എന്തോ പനിയായിട്ട് അഡ്മിറ്റ് ആണെന്നാണ് തോന്നണേ. നമ്മുടെ പ്രിയഞ്ചാന്റെ ഫോട്ടോ പള്ളി ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടുകൂട്ടം ഗ്രൂപ്പും അയൽക്കൂട്ടം ഗ്രൂപ്പിലും സെയിം ഫോട്ടോ തന്നെ വന്നിട്ടുണ്ടല്ലോ. ആരിട്ടിട്ടുള്ളത് എന്താണാവോ? കാരണമൊന്നും എഴുതിയിട്ടില്ലല്ലോ. പ്രിയാറിന്റെ വൈഫ് ആലീസ് ചേച്ചിയാണ് ഇട്ടിട്ടുള്ളത്. നീ ഒന്ന് വിളിച്ചു ചോദിച്ചേ? ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞത്. ഗ്രൂപ്പുകൾക്ക് ഫോട്ടോ മാത്രം ഇടണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ശരിയാ, ഇപ്പത്തെ പനിയൊക്കെ പശ കേട്ടാ. ഫോട്ടോയുടെ അടിയില് ഗണേശേട്ടൻ ആദരാഞ്ജലി ഇട്ടിരിക്കുന്നു. പ്രിയേട്ടൻ നമ്മളെ വിട്ടു പോയാ. പ്രിയാറിന്റെ ചേച്ചി വിളിക്കുന്നുണ്ട്, ആലീസ് ചേച്ചി. ഹലോ ചേച്ചി. ആ എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. ഹലോ ചേച്ചി. ഹലോ, കട്ടായി. സംഭവം ശരിയാ, പൂക്കൾ പിടിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പോൾ മഞ്ചലിടാൻ വേണ്ടിയിട്ടോ. പൂക്കൾ മേടിക്കണതിൻ്റെ ഒപ്പേ നമ്മുടെ വക റീച്ചും വെക്കണ്ട. നീയും ജോബിയും കൂടിയിട്ടേ റീത്തും പൂക്കളൊക്കെ മേടിച്ചു പോവാ. നിങ്ങൾ കുഴി അവിടെ ചെന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അല്ല, പ്രിയേട്ടൻ്റെ അമ്മ ഒത്തിക്കാട്ടാ. അത് നിങ്ങൾ നോക്കിയോളാം, നിങ്ങൾ വിട്ടോ. കേൾക്കുമ്പോൾ ഷോക്കാ വരുന്നത്. സത്യ നമ്മുടെ പ്രിയേട്ടൻ നമ്മളെ വിട്ടു പോയിന്നോണ്ടാ ഗ്രൂപ്പിലൊക്കെ ആദരാഞ്ജലികൾ വരുന്നു. അയ്യോ, പ്രിയേട്ടൻ പോയേ, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്തിനാണ് ഇത്രയധികം വിഷമം? അതല്ലടാ, ഒരു 5000 കുറയാതെ പാർട്ടി ഫണ്ടിലേക്ക് സ്ഥിരമായിട്ട് തരണതാ. ആണല്ല, ഒരു ഐഡിയ. നമ്മുടെ കളഞ്ഞ പോയി ഇമേജ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് പ്രിയേട്ടന്റെ നെഞ്ചത്ത് നമ്മള് പാർട്ടിയുടെ പേരിൽ കൈ വെക്കും. കൈ വെക്കുക? കൈ വെക്കില്ല, റീത്ത് വെക്കുക. നാട്ടുകാർ കണ്ടെന്ന്, പ്രത്യേകിച്ച് ആ ഉത്തമനും ഗ്യാങ് അവര് വെക്കുന്നതിന് മുമ്പ് നമ്മൾ വെക്കും. അത് കൊള്ളാം. പ്രിയേട്ടന്റെ മനസ്സ് നമ്മുടെ കൂടെയാന്ന് നാട്ടുകാർ കാണട്ടെ. വാ, നമുക്ക് റീത്ത് വാങ്ങാൻ പോവാ. ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാ. പക്ഷെ എന്താണോ പെട്ടെന്ന് 2 ദിവസമായിട്ട് പനി പിടിച്ചു, അങ്ങ് ബാധിച്ചു. പിന്നെ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അവരൊക്കെ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് ഒരു വിധത്തില് പ്രിയേട്ടന്റെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറ്റുന്നുണ്ടല്ലോ.
എന്താ ചെയ്യാന്നേ, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഭയങ്കര ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ആ രാജേഷും സത്യനും റീത്തും കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ റീത്തിന്റെ മുകളിൽ അവർക്ക് വെക്കാൻ പറ്റും. അത് അത്ര തന്നെ പറ്റുള്ളൂ. പ്രിയേട്ടൻ നമ്മുടെ പ്രിയേട്ടനാ, അത് ഏറ്റവും മതി മറ്റുള്ളവർക്കൊക്കെ. പ്രിയേട്ടാ, നമ്മുടെ വീട്ടിൽ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ശരിയാണല്ലോ, റീത്തൊക്കെ പിടിച്ചിട്ടാണല്ലോ നിക്കുന്നത്. നമ്മുടെ അമ്മയ്ക്ക് അമ്മേ, അമ്മ മരിച്ചില്ലേ? നീ എന്താ പറയണ മോളെ? നമ്മുടെ പ്രിയം പോയില്ലേ? പ്രിയനെ എങ്ങോട്ട് പോയിന്ന്? എന്താ നിന്റെ സമനില തെറ്റിപ്പോയാ? ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വരല്ലേ? ആ കാർന്ന് പ്രിയേട്ട ഇറങ്ങി വരണ മാതിരി തോന്നുന്നു. ഓ എനിക്കെന്തിനാ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? സംഭവം അറിയില്ല, പ്രിയേട്ടൻ തന്നെ വരണത്. നാളെ അർത്ഥം എൻ്റെ ബർത്ത്ഡേയും കൂടിയാ. അതൊന്നും കാത്തു നിൽക്കാതെ എൻ്റെ അമ്മ നമ്മെ വിട്ട് പോയില്ലേ? സത്യ പണിപ്പാളിന്നാ തോന്നണട്ടാ. ഇവിടുന്ന് പതുക്കെ മുങ്ങാം. ഇവിടെ എന്തൊക്കെ ഒരു തകരാറുള്ള പോലെ ഉണ്ട്. ചിലപ്പോ ഈ റേറ്റ് ഇവിടെ തന്നെ വെക്കേണ്ടി വരും. അല്ല പ്രിയേട്ടാ, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നുണ്ടായിരുന്നില്ല? ഓ അതോ എടോ, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, അറിയാലോ. മാത്രമല്ല അത്തം കൂടിയാ. നീയേ ആ ഫോൺ എടുത്തിട്ടേ എന്റെ ഫോട്ടോ ഒക്കെ ഇതിലൊന്നും ഇട്. കാരണം ആരൊക്കെ എന്റെ വിഷയാന്ന് എനിക്കൊന്നും അറിയണല്ലോ. അത് ശരിയാ, നിങ്ങളാരൊക്കെ വിഷയം നമുക്ക് അറിയാലോ. ഈ ഫോട്ടോ മതിയില്ലേ? ഫോട്ടോ പോയിന്റ് സ്റ്റിക്കർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ റേഞ്ച് കുറവാന്ന് തോന്നണേ. അതെ, നീയെ ഉത്തമനെ വിളിച്ച് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിക്കാൻ പറയേ. നത്തല്ലേ? ശരി, ഞാൻ ഉത്തമനോട് പൂ വാങ്ങിക്കാൻ പറയാം. ഇതില് ചാർജ് തീർന്നു, സ്വിച്ച് ഓഫ് ആവുന്നു തോന്നണേ. ഇതാണ് ഉണ്ടായത്. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലേ? ഇല്ലടാ മോനെ, നീ മരിച്ചു എന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരാണ് എന്നോട് ഇവിടെ വന്ന് പറഞ്ഞത്. ദാ ഗണേശ നിക്കടവിടെ. ഈ ഗണേശനാ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫോട്ടോ കേട്ടിൽ ആദ്യമായിട്ട് ആദരാഞ്ജലികൾ ഇട്ട. പിന്നീട് എല്ലാവരും പേരിന്റെ താഴെ ആദരാഞ്ജലി ഇട്ടുകൊണ്ടേയിരുന്നു. ഗണേശ, നീ എന്ത് പണി കാട്ടിയേ? അല്ല, വാട്സപ്പിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിൽ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവരെഴുതാനും ആളാഞ്ചനെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നല്ലോ പ്രിയേട്ടനെ. അപ്പൊ അത് കാരണം അവർക്ക് പറയാൻ വിഷമം വെച്ചിട്ട് ഞാൻ ആദരാഞ്ജലിന്ന്. അപ്പൊ താൻ ആ വിഷമാണ്ട് തീർത്തു കൊടുത്തു അല്ലേ? എന്തായാലും ഒരാള് ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ പ്രിയേട്ടന്റെ ഓണം ഒരു രണ്ടാം ജന്മം കൂടിയാ.